ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമാത്ര സീരിയലിനകത്ത് നല്ലൊരു എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കണത് ആദി ഇഷിതയുടെയും അതുപോലെ തന്നെ നമ്മുടെ ചിപ്പിയുടെ അടുത്ത് വന്ന് നിൽക്കാണ്. അപ്പൊ ആദി പറയുന്നുണ്ട്, ഞാൻ വന്ന സമയത്ത് മമ്മിക്ക് ചെറിയ വിഷമമായിരുന്നു, മമ്മി എന്തൊക്കെ പറഞ്ഞാൽ ശരിയാവില്ല, മമ്മി എപ്പോഴും അയാളെ സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക ഇഷിതാമ്മേ. ആകാശങ്ങള് വിചാരിച്ച പോലെയല്ല, ആള് ബുദ്ധിശാലിയായ ഒരു കുറുക്കനാണ്. മോനെന്താ അങ്ങനെ പറയണത് എന്ന് പറയുമ്പോഴേക്കും ആദ്യം ഇങ്ങനെ ആലോചിക്കാട്ടോ. പറ മോനെന്താ അങ്ങനെ പറയണത് എന്ന് ചോദിക്കുമ്പോഴേക്കും ആദ്യം പറയുന്നുണ്ട്, അയാൾ എന്തൊക്കെയോ മറക്കുന്നുണ്ട്, അയാളുടെ മനസ്സിൽ എന്തൊക്കെയോ വലിയ പ്ലാനിങ് ഉണ്ട്. ആ സുമി ആന്റി ഉണ്ടല്ലോ, സുമി ആന്റി പുറത്തെവിടെയോ പോയെന്നൊക്കെയാ അയാള് പറയണത്. പക്ഷെ അയാളുടെ പറയുന്നതിൽ ഒട്ടും ക്ലാരിറ്റി ഇല്ല. മമ്മിയാണെങ്കിൽ മമ്മി അടുത്ത് പറയാതെ സുമി ആന്റി എവിടെയും പോകത്തുമില്ല. സുമി ആന്റിയെ കാണാതായതിന് പേരിൽ ആകാശങ്ങളാണോന്ന് എനിക്ക് സംശയമുണ്ട് ഇഷിതാമേ എന്ന് പറയാണ്. അത് കേൾക്കുന്ന ഇഷിത പറയണ്ട്, ആ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും നീ തലയിൽ വെച്ചുകൊണ്ട് നടക്കണ്ട കേട്ടോ. ആകാശങ്ങൾ അയാൾ എന്തെങ്കിലും ചെയ്തിട്ടെ, അയാൾ ഇടപെട്ട് അയാൾ പറയുന്നതും അയാൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും മോൻ അന്വേഷിക്കണ്ട. വേറൊന്നുമല്ല, മോന്റെ മമ്മീനെ പേടിച്ചിട്ടൊന്നുമല്ല, ആകാശങ്ങളെ പേടിച്ചിട്ടാ ഇഷിതാമ അങ്ങനെയൊക്കെ പറയണത്. എനിക്കറിയാം ഇഷിതാമേ. പിന്നെ മമ്മി അയാളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമല്ലോ, മമ്മി ആകെ മാറി എന്ന് പറയാണ്. മോൻ വിചാരിക്കുന്ന പോലെയല്ല മോന്റെ മമ്മി ഒരുപാട് ക്രൂരതകൾ മോന്റെ ഡാഡിയുടെ അടുത്ത് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഓരോന്നായിട്ട് ഒരു കാര്യം പറഞ്ഞാൽ തന്നെ മോന്റെ മമ്മീനെ വെറുക്കും എന്ന് പറയാണ്. ഇഷിതാമ്മ എന്താ പറഞ്ഞു വരുന്നത്? ഞാനായിട്ട് ഒന്നും പറയുന്നില്ല മോനെ, പക്ഷെ ഒരു കാര്യം മാത്രം ഞാൻ മോനോട് പറയാം. മോന്റെ ഡാഡി ആക്സിഡന്റ് ആയി കിടന്ന സമയത്ത് എല്ലാ ദിവസവും മോന്റെ അമ്മ വരുമായിരുന്നു അല്ലേ? അതെ. പക്ഷെ ഈ ഇടയായിട്ട് അത് കഴിഞ്ഞിട്ട് മോന്റെ അമ്മ വന്നിട്ട് പോലില്ല. പകുതിയായപ്പോഴേക്കും മോന്റെ അമ്മ വരവ് നിർത്തി. അതെന്തിനാണെന്ന് മോൻ തന്നെ മോന്റെ അമ്മയോട് ചോദിച്ചു നോക്ക്. അപ്പൊ മോന്റെ അമ്മ ഇന്ന് പതറുന്നത് കാണാം. അതിൽ തന്നെ മോനെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും എന്ന് പറയാണ്. ശരി ഇഷിതാമേ. അതെ, ഇങ്ങനെ നിന്നാലോ, നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യണ്ടേ? മോന്റെ മൂടൊക്കെ ഒന്ന് മാറ്റണ്ടേ? നമുക്ക് പുറത്തൊരു പാർക്കിലോ ബീച്ചിലോ പോയാലോ? അത് കൊള്ളാം. പക്ഷെ ഡാഡി ഇല്ലല്ലോ എന്ന് ചിപ്പി പറയുമ്പോഴേക്കും ഇഷിത പറയണ്ടേ, ഡാഡിനെ നമുക്ക് ഓഫീസിൽ പോയി പൊക്കിയെടുത്താലോ? അത് കൊള്ളാം. മോളൊരു കാര്യം ചെയ്യ്, ആദ്യക്കുള്ള ജ്യൂസേ ഇഷിതാമ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അതൊന്ന് എടുത്തു കൊടുക്ക്. അപ്പോഴേക്കും ഇഷിതാമ ഡ്രസ്സൊക്കെ മാറിയിട്ട് വരാം. ശരി ഇഷിതാമേ എന്ന് പറയണ. വാ ആദ്യേട്ടാ എന്ന് പറഞ്ഞിട്ട് ആദ്യനെയും കൂട്ടിക്കൊണ്ട് നമ്മുടെ ചിപ്പി അപ്പുറത്തേക്ക് പോവാട്ടോ. ഇഷിതയും ആദ്യം ചിപ്പിയും കൂടി നേരെ പോണത് നമ്മുടെ മഹേഷിന്റെ ഓഫീസിലേക്കാണ്. മഹേഷ് അവിടെ ഫോണൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഡാഡി എന്ന് പറഞ്ഞിട്ട് ചിപ്പി ഓടി വന്ന് മഹേഷിനെ കെട്ടിപ്പിടിക്കുക. ഡാഡിയുടെ പൊന്നുമോള് വന്നല്ലോ. അതെ, ഞാൻ മാത്രല്ല, ഇനിയുണ്ട് ആൾക്കാര് സർപ്രൈസ് എന്ന് പറഞ്ഞിട്ട് ആദ്യം വരുവാണ്. ആദ്യോ ഇത് വല്ലാതെ സർപ്രൈസ് ആയി പോയി, ഇനിയും ഈ സർപ്രൈസ് കൂടി ഉണ്ട് എന്ന് ചിപ്പി പറയണം. അപ്പൊ ഇഷിത വരുവാണ്. നിങ്ങൾ എല്ലാവരും ഉണ്ടല്ലോ, അല്ല നിങ്ങൾ എവിടെയെങ്കിലും പോവാൻ നിൽക്കുവാണോ? ഞങ്ങളല്ല, നമ്മള് മൊത്തമായിട്ട് പോവാൻ നിൽക്കണത്. ഞാനും കൂടിയോ? അതെ, നമുക്കൊരു ഔട്ടിങ്ങിന് പോകാം, ആദ്യം വന്നതല്ലേ, ആ പാർക്കിലും ബീച്ചിലൊക്കെ പോകാന്ന് ഞങ്ങൾ വിചാരിച്ചു. അപ്പോ ഡാഡി കൂടി തന്നെ വരണോന്ന് വിചാരിച്ചു, കാരണം ഹോട്ടലിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ബില്ലടക്കണമല്ലോ എന്ന് നിഷിത പറയുമ്പോ അങ്ങനെ അല്ല, മോന്റെ മുഖം എന്താ വല്ലാതിരിക്കണത്? ഒന്നുമില്ല ഡാഡി, മോൻ ഓക്കെ അല്ലേ? ഞാൻ നിങ്ങളുടെ കൂടെ ആണെങ്കിൽ ഹാപ്പിയാ ഡാഡി എന്ന് പറയാണ്. ആ സമയത്ത് ചിപ്പി പറഞ്ഞു, ഡാഡി നോക്കിയിരിക്കാതെ പെട്ടെന്ന് വാ. അതെ, ഞാൻ വന്നില്ലെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യും? ഇഷിത പറയണ്ട. അതെ, ഞങ്ങൾ ഈ ഓഫീസേ ഞങ്ങൾ സമരം ചെയ്യും, മുൻപിലിരുന്ന് സമരം ചെയ്യും. അയ്യോ, അങ്ങനെ സമരം ചെയ്ത് ഓഫീസ് പൂട്ടിപ്പിക്കല്ലേ? ഞാനേ അറിയിക്കേണ്ടവരെയൊക്കെ ഒന്ന് അറിയിച്ചിട്ടെ പെട്ടെന്ന് തന്നെ വരാം, നിങ്ങൾ താഴ്ത്തു നിന്നോ എന്ന് പറയാണ്. ആദ്യം പറയണ്ട ചിപ്പി, വാ നമുക്ക് അപ്പുറത്ത് പോയി നിൽക്കാം, ഇഷിതാമൻ ഡാഡിയും വന്നോളും എന്ന് പറയാണ്. അങ്ങനെ അവർ അപ്പുറത്തേക്ക് പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ മഹേഷ് പറഞ്ഞിടോ, താൻ ആദ്യം കൂട്ടി ഇങ്ങോട്ട് വരണ്ടായിരുന്നു. അതല്ല മഹേഷ്, അവന്റെ മൈൻഡ് ഒന്നും ശരിയല്ല. അവൻ എന്താണ് ആകെ മൂഡൌട്ട് പോലെ. മൂഡൌട്ട് എങ്ങനെ ആവാതിരിക്കും? അവന്റെ മമ്മിയും ഡാഡിയും കൂടി അവന് വേണ്ടി പിടിപൊളി നടത്താൻ പോവില്ലേ കോടതിയില്? അതിന്റെ ഒരു ടെൻഷനും വിഷമൊക്കെ അവന് ഉണ്ടാവുമല്ലോ. അത് താൻ പറഞ്ഞ ശരിയാണ്. അതെ മഹേഷ്, പെട്ടെന്ന് വന്നേ, ഞങ്ങൾക്കും മക്കൾക്കും അധികം സമയമൊന്നുമില്ല, ബീച്ചിലും പാർക്കിലൊക്കെ പോയിട്ട് ഞങ്ങൾക്ക് വീട്ടിൽ തിരിച്ചെത്തണം. ശരി, ഒരു 2 മിനിറ്റ് ഞാന് ഒന്ന് വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആരെങ്കിലൊക്കെ ഒന്ന് ഏർപ്പാടാക്കിയിട്ട് വരാം എന്ന് പറയണം. ശരി എന്ന് ഇഷിത പറയാണ്. അതിനുശേഷം ഇഷിതയും മഹേഷും ആദ്യം ചിപ്പിയും കൂടി നേരെ പോകുന്നത് ഒരു പാർക്കിലേക്കാട്ടോ. അവിടെ പോയിട്ട് നമ്മുടെ ചിപ്പി ആണെങ്കിൽ ആദ്യം കൈ പിടിച്ചിങ്ങനെ കറക്കുവാണ്. അയ്യോ ചിപ്പി കറക്കല്ലേ എന്ന് ആദ്യം ഇങ്ങനെ പറയുന്നത്. അപ്പൊ അതിനുശേഷം ചിപ്പി നമ്മുടെ ഇഷിതനെ പിടിച്ച് കറക്കാണ്. അപ്പൊ അയ്യോ മോളെ വേണ്ട എന്ന് പറയുമ്പോ മഹേഷ് വേണ്ട, അയ്യോ മോളെ വേണ്ട, അതെ കുഞ്ഞാവക്ക് തല കറങ്ങും. അപ്പൊ ഡാഡി അമ്മേനെ പിടിച്ച് കറക്കാറുണ്ടല്ലോ, അപ്പൊ അതോ എന്ന് ചോദിക്കുമ്പോ ആദ്യം ഇങ്ങനെ ചിരിക്കാട്ടോ. ആദ്യം ചിപ്പി എടുത്ത് പറഞ്ഞിട്ട്, ചിപ്പി നീ വാ, നമുക്ക് അപ്പുറത്ത് പോയിരുന്ന് കളിക്കാം എന്ന് പറയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മഹേഷിനോട് ഇഷിത പറയണ്ട്, കണ്ടല്ലോ മോന്റെ മുമ്പിൽ ചൂളിപ്പോയല്ലോ, ഇതാ പറഞ്ഞത് പിള്ളേരുടെ മുമ്പിൽ റൊമാൻസ് ആവാൻ പാടില്ലെന്ന്. എടോ അവനെ കാര്യങ്ങളൊക്കെ അറിയാടോ, ഈ പ്രായത്തിലെ ആമ്പിള്ളേർക്ക് എല്ലാം അറിയായിരിക്കും, അവർക്ക് അറിയാത്തതായിട്ട് ഒന്നും ഉണ്ടാവില്ല. പ്രണയം എന്താണെന്നും അത് കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ അവനറിയാം, നമ്മളൊന്നും പറഞ്ഞെടുക്കേണ്ട കാര്യമില്ല, അതുകൊണ്ട് അവനെല്ലാം അറിയാം.
നമ്മൾ രണ്ടുപേരും ഇങ്ങനെ മാറി നിൽക്കണ്ട, അവരുടെ അടുത്ത് പോയി നിൽക്കാം എന്ന് പറഞ്ഞിട്ട് ഇഷിതയും മഹേഷും കൂടി ആദ്യത്തെ ചിപ്പിയുടെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ മഹേഷ് പറഞ്ഞു, മക്കളെ നിങ്ങൾക്ക് ഐസ്ക്രീം വേണ്ടേ? ആ വേണം ഡാഡിയെ, ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വരാവേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മഹേഷ് അപ്പുറത്തേക്ക് പോവാണ്. ആ ചിപ്പിയും ആദ്യം കൂടി ഇഷിതനെ ഊഞ്ഞാലിരുത്തിട്ട് പതുക്കെ ഇങ്ങനെ ആട്ടി കൊടുക്കുന്നു കേട്ടോ. അപ്പൊ ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ ആകാശ് അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എടാ ആദി, നീ കള്ളം പറഞ്ഞിട്ട് അപ്പൊ ഇവിടേക്കാണല്ലേ വന്നത് എന്ന് പറഞ്ഞിട്ട് ആകാശ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്ഥലത്ത് മഹേഷ് അവിടേക്ക് വരെ, മക്കളെ ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഐസ്ക്രീം കൊടുക്കാണ്. പിന്നെ ഒരു ഐസ്ക്രീം കൂടി മേടിച്ചിട്ടുണ്ട്. അത് ഇഷിതയും മഹേഷ് പങ്കിട്ട് കഴിക്കാട്ടോ. അപ്പൊ എല്ലാവരും ഐസ്ക്രീം ഒക്കെ സന്തോഷത്തോടെ കഴിക്കണ കാണുമ്പോഴേക്കും ആകാശ് കണ്ടാ തോന്നും വേറൊരു ഫാമിലി ഇല്ലെന്ന് എന്നൊക്കെ രീതിയിൽ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കണ ലയേനെയും മാധവിനെയാണ്. രണ്ടുപേരും കൂടി മാധവിന്റെ എല്ലാ ഡി അഡിക്ഷൻ സെന്ററിലെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നിരിക്കാട്ടോ. മനസ്സിന് വേഗം മാധവിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ആഹാ മക്കളെ, നിങ്ങൾ എത്തിയോ? നിങ്ങൾ വരുന്ന കാര്യം ആരും പറഞ്ഞില്ല. വരുന്ന കാര്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്ന് കൂട്ടിക്കൊണ്ടു പോയനല്ലോ. അതിന് അമ്മയാണോ എന്നെ കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോയത്? അല്ലല്ലോ, പിന്നെ എന്തിനും അമ്മേനെ വിവരം അറിയിക്കണത്? ലയെ, നീ പോയി സാധനങ്ങൾ എടുക്കുക എന്ന് പറയാണ്. അങ്ങനെ ലയ റൂമിലേക്ക് പോകുന്നില്ല. മക്കളെ, എന്നാൽ നീ ഓക്കെ ആയല്ലോടാ, എനിക്ക് സമാധാനായി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അവിടേക്ക് അഷിത വരികയാണ്. ആഹാ മാധവ് എത്തിയോ? മാധവിനെ ഇപ്പൊ ഇത്തിരി കുടിക്കാൻ തോന്നുന്നുണ്ടോ? എടുത്തി എന്നെ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഞാൻ കുടിക്കാൻ കാരണം എന്താണെന്ന് എടുത്തിക്ക് അറിയാലോ. ഈ ഇവര് കാരണം, ഈ അമ്മ കാരണം ഇനി ഞാൻ ഇവിടെ നിന്നാലേ ചിലപ്പോൾ ഞാൻ ഇനിയും കുടിച്ച് വശമായി എന്നൊക്കെ വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കില്ലേ. വലിയ ബാഗായിട്ട് അവിടേക്ക് വരുവാട്ടോ. അത് കാണുമ്പോ മനസ്സിന് ചോദിക്കണ്ട, മോളെ നീ എവിടേക്ക് പെട്ടിയൊക്കെ എടുത്തിട്ട് നിങ്ങൾ വല്ല ട്രിപ്പ് പോവാണോ? മാധവ് പണ്ട് ഞങ്ങൾ ട്രിപ്പ് ഒന്നല്ല പോണ, ഞങ്ങൾ ഈ വീട് മാറാൻ വേണ്ടി പോവാ. മാധവി, നീ എന്തൊക്കെയാ പറഞ്ഞത്? വീട് മാറാനോ എന്ന് അശ്വത ചോദിക്കുമ്പോ അതേ എടുത്തേ, ഈ വീട് ഒരു ശാപം പിടിച്ച വീടാണ്. ഈ വീട്ടിൽ നിന്ന് നശിഞ്ഞു പോകും. പിന്നെ പഴയ സ്വഭാവത്തിലേക്ക് ഞാൻ ആകും. എനിക്ക് ലയക്ക് സമാധാനമായിട്ട് ജീവിക്കണം. ഇഷിതനെ വിചാരിച്ച് ഞാൻ ലയനെ ഒരുപാട് വേദനിപ്പിച്ചു. ലയനെ സ്നേഹിച്ച് അതിന് ശാപമോക്ഷം കിട്ടണം. അതുകൊണ്ട് ലയനെ മാത്രം സ്നേഹിച്ച് ഞങ്ങളുടെ കുടുംബം ഞങ്ങൾ പണിയാൻ വേണ്ടി പോവാണ്. അതിനു വേണ്ടി ഞങ്ങൾ മാറി നിൽക്കണത് തന്നെയാണ് ഏടത്തി നല്ലത്. അപ്പോ അഷിത പറഞ്ഞു, മോനെ നിന്റെ ഏട്ടൻ നാളെ വരും, ഏട്ടനോട് ഡിസ്കസ് ചെയ്തിട്ട് പോയാ പോരെ? സ്വന്തമായിട്ട് തീരുമാനം എടുക്കാത്ത അയാളോടാണ് ഏട്ടത്തിനെ ഡിസ്കസ് ചെയ്യേണ്ടത്. ഞങ്ങൾ എന്തായാലും പോകാൻ വേണ്ടി തീരുമാനിച്ചു. വാടക റിസിപ്റ്റ് ഒക്കെ എഴുതി. ഞാൻ വീട് കണ്ടിട്ടാ വിളിച്ചത് ഇവളെ. അപ്പൊ ഇവള് പോയി വീട് കണ്ട് ഇവൾക്കും ഇഷ്ടമായി. അതിന്റെ ആ വീട്ടിലേക്ക് മാറാന്ന് വിചാരിച്ചു. ഇവിടെ നിന്ന് ഒത്തിരി ദൂരമുള്ള വീടാണ്, അതുകൊണ്ട് ഇവർ ഇടക്കിടക്ക് കയറി വരത്തുമില്ലല്ലോ. മോനെ മാധവേ, നീ പോലെടാ. എടാ, ഈ വീട് നിനക്കുള്ളതാടാ. നോക്കമ്മേ, ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാം. നിങ്ങളുടെ രണ്ട് മക്കൾക്കും കുടുംബമായി. അപ്പൊ ഒരാൾ മാറി നിൽക്കണല്ലേ നല്ലത്. എടാ ഇളയ മോനെ, നിനക്കാണ് ഈ വീടിന്റെ അവകാശം. എനിക്ക് ഈ ശപിക്കപ്പെട്ട വീട് വേണ്ടമ്മേ. അതുകൊണ്ട് ഞങ്ങൾ പോകാണ്. പിന്നെ ഇവിടെ നിന്നാലേ ചിലപ്പോ നിങ്ങളും ഞാനും തമ്മിൽ തെറ്റി വേറെ ഏതെങ്കിലും അർത്ഥത്തിലേക്കാവും. അതുകൊണ്ട് ബന്ധങ്ങൾ നിലനിർത്താൻ വേണ്ട ഞാനും ലയം പോണത്. വാ ലയെ, നമുക്ക് പോകാം. എടുത്തി എന്നാ ഞങ്ങൾ പോയിക്കോട്ടെ എന്ന് ലയ ചോദിക്കാണ്. ശരി മോളെ, പോയിട്ട് വാ, ഞാൻ അങ്ങോട്ട് വന്നോളാം. ശരി എന്ന് പറഞ്ഞിട്ട് ലയയും മാധവ് കൂടി അവിടെ നിന്ന് പോകുമ്പോ വേഗം തന്നെ മനസ്സിൽ മാധവിന്റെ കൈ പിടിക്കാണ്. മോനെ മാധവ്, നീ പോവലടാ, പോയ അമ്മക്ക് പറ്റില്ലടാ. എന്റെ രണ്ടു മക്കളും എന്റെ അടുത്ത് തന്നെ വേണോടാ. ഇല്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കില്ല എന്ന് പറഞ്ഞിട്ട് മാറ് എന്ന് പറഞ്ഞിട്ട് ലയെ വാ എന്ന് പറഞ്ഞിട്ട് ലയേനെയും കൂട്ടിക്കൊണ്ട് കാറിൽ കയറി ഞങ്ങൾ പോകുവാട്ടോ. മനസ്സിനി കരഞ്ഞുകൊണ്ട് അവിടെ തന്നെ നിൽക്കുവാണ്. അതിനുശേഷം ലയയും മാധവും കൂടി നേരെ പോണത് ഇഷിതയുടെ മഹേഷിന്റെ ഫ്ലാറ്റിലേക്കാട്ടോ. ബെല്ലടിക്കുമ്പോ രാമനാഥനാണ് വാതിൽ തുറക്കുന്നത്. നീ എന്തിനാ ഇവിടെ വന്നത്? മാഷിനെ കാണണമെങ്കിൽ മാഷിന്റെ ഫ്ലാറ്റ് അപ്പുറത്താണ് എന്ന് പറയാണ്. അല്ല, ഞങ്ങൾ ഈ ഫ്ലാറ്റിലേക്ക് തന്നെ വന്നതാണ് ഇഷിതനെ കാണാൻ. ഇഷിതനെ ഇതിനെ കാണുന്നത് ഇവളാരാ എന്ന് രാമനാഥൻ ചോദിക്കുമ്പോ ഇതാ എന്റെ ഭാര്യ ലയ. ഓ, ഇവളാണല്ലോ ലയ, ഇവളുടെ കാര്യമൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അതെ, നിങ്ങൾ പോവാൻ നോക്ക് എന്ന് പറയാണ്. അത് ഞങ്ങൾ ഇഷിതനെ കണ്ടോട്ടെ എന്ന് പറയാണ്. അപ്പോഴേക്കും ഇഷിത അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ആരാ അച്ഛാ? നിങ്ങളായിരുന്നു, വാ അകത്തേക്ക് വാ. എന്തിനാ മോളെ നീ ഇവരെ അകത്തേക്ക് കയറ്റിയത് എന്ന് നമ്മുടെ രാമനാഥൻ ചോദിക്കുമ്പോഴേക്കും ഇഷിത പറയണ്ട, അച്ഛ പ്ലീസ് അച്ഛ എന്ന് പറയാണ്. അപ്പോഴേക്കും രാമനാഥൻ പുറത്തേക്ക് ഇറങ്ങാണ്. നിങ്ങൾ ഇരിക്കെ എന്ന് പറയുന്നുണ്ട്. വേണ്ട, ഞങ്ങള് ഇഷിതനെ കണ്ട് ഒന്ന് പോവാൻ വേണ്ടി വന്നതാണ്. മാധവ് ഇപ്പൊ ഓക്കെ എന്നൊക്കെ അശുതേശ് പറഞ്ഞിരുന്നു. പക്ഷേ ലയ എന്നെ കാണാൻ വന്നത് എനിക്ക് അത്ഭുതം. എന്നെ പൊതുശത്രുവായിട്ട് പ്രഖ്യാപിച്ചിരിക്കുകയായിരുന്നല്ലോ ലയ. ഇഷിത, എന്നോട് ക്ഷമിക്കണം. ഇഷിതനെ ഞാൻ ശത്രുവായിട്ട് കാണാൻ കാരണം അന്നിന് മനസ്സുനിയുടെ കയ്യിലെ കളിപ്പാവയായിരുന്നു, അതുകൊണ്ടാ. പക്ഷെ ഇപ്പൊ എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം. ഇഷിതടുത്ത് ഇപ്പൊ എനിക്ക് ഒരു ദേഷ്യമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും ഇഷിത പറയണ്ട്, ഞാൻ നിന്നോട് ഒരു ദ്രോഹം ചെയ്തിട്ടില്ലല്ലേ. എന്നെക്കാൾ മുമ്പ് നീ ഗർഭിണിയാവണമെന്ന് ആഗ്രഹിച്ചത് ഞാനായിരുന്നു. അത് നിനക്കറിയാവോ? എനിക്ക് കുഞ്ഞുണ്ടാവണ മുമ്പ് നിനക്ക് കുഞ്ഞുണ്ടാവണമെന്ന് ആഗ്രഹിച്ചത് ഞാൻ. ഡോക്ടർ എന്നോട് പറഞ്ഞ നിനക്ക് ഒരു കുഴപ്പമില്ലെന്നാണ്. പക്ഷേ നീ എന്നെ തെറ്റിദ്ധരിച്ചു. നിന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയതും നിനക്ക് അമ്മയാവുള്ള കഴിവ് നശിപ്പിച്ചതും ഞാനാണെന്ന് പറഞ്ഞു. നീ എന്നെ തെറ്റിദ്ധരിച്ചു. എന്തൊക്കെയാ പറഞ്ഞത്? എനിക്ക് നിന്നോട് ഇനി ഒന്നും പറയാനില്ല. ഇനി മാധവിനോട് പറയാനുള്ളത്. മാധവെ എന്ന് പറഞ്ഞിട്ട് പറയാൻ വേണ്ടി തുടങ്ങുന്ന ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത് കേട്ടോ. നാളത്തെ പ്രൊമോയിൽ നമ്മുടെ ആകാശിനോട് വക്കീല് ചോദിക്കേണ്ടത്, നിങ്ങൾ ഈ കേസ് തോറ്റാലോ? തോപ്പിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞ വക്കീലായിട്ട് ചെറിയൊരു വാക്കുകൾക്കൊക്കെ ആകാശം ഉണ്ടാവുന്നുണ്ട്. ആ ഒരു ഭാഗം പ്രൊമോയിലും കാണിച്ചുള്ളൂ കേട്ടോ.
വേറൊരു ഭാഗം കൂടി കാണിച്ചിരുന്നു. ഇഷിത എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം അറിയാവോ എന്ന് ഇഷിതടുത്ത് മഹേഷ് ചോദിക്കുകയാണ്. ഇല്ല. അതോ? വേറൊന്നുമല്ല, എല്ലാവരെയും സ്നേഹിക്കുന്നവൾ, സ്നേഹം കൊണ്ടുവന്നവൾ എന്നൊക്കെ ഇങ്ങനെ പറയാണ്. പിന്നീട് ആദ്യം അതുപോലെ തന്നെ നമ്മുടെ ചിപ്പി നമ്മൾ ഭയങ്കര സന്തോഷത്തെ കളിക്കുന്നൊക്കെ ഉണ്ട്. അവർ സന്തോഷത്തോടെ ഇരിക്കുന്ന ഭാഗങ്ങളും പ്രൊമോയില് കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ അങ്ങനെ കാര്യമായിട്ട് കാര്യങ്ങളൊന്നും കാണിച്ചില്ല. ആകാശും ആ വക്കീലിന്റെ ഭാഗമാണ് ഹൈലൈറ്റ് ആയിട്ട് കാണിച്ചത്. എന്തൊക്കെ വന്നാലും ആകാശൻ പറയുന്നുണ്ട് ഈ കേസ് ജയിക്കാൻ പാടില്ലെന്ന് വക്കീലിനോട് പറയാണ്. അപ്പോ ആകാശ് മനസ്സിലിങ്ങനെ പറയുന്നുണ്ട്, ഈ കേസ് ഒരിക്കലും ജയിക്കാൻ പാടില്ല, ഈ കേസ് തോൽക്കണം, എന്നിട്ട് ആദ്യം അവരുടെ വീട്ടിലേക്ക് പോകണം, മഹേഷിന്റെ വീട്ടിലേക്ക്, മഹേഷിന്റെ ഫ്ലാറ്റിൽ പോയിട്ട് പിന്നീട് അവിടെ സംഭവിക്കാതാണ് അവരൊട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ആ ഒരു ഭാഗത്തോടെ പ്രൊമോ തീർന്നട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.